മീ ആൻഡ് മൈ മദർ. എത്ര മണിയായി അമ്മേ? ഓ 1:57. 1:57. ഇന്ന് 4th മാർച്ച്. ഞങ്ങൾ വെളിയിലായിരുന്നു. ഇവൻ്റെ ഡ്രാമയൊക്കാത്തപ്പം സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ അങ്ങ് നിരന്തരം തെറി വിളിക്കുകയാണ്. ഇതെൻ്റെ വീടാണ്, ഇവിടെ ഒന്നും ഒരു പട്ടിയില്ല, കണ്ടല്ലോ, ഇവിടെ ഒന്നും ഒരു അവനും ഒരു കുരുടനും ഇവിടെ ഒന്നും ഇല്ല. സുബ്രഹ്മണ്യൻ കയറി ഇരുന്ന് ഏതോ കുരുടൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അഭിനയിക്കുകയാണ്. അഭിനയിക്കാൻ പറ്റാത്തപ്പോൾ അവനങ്ങ് പ്രാന്തളകും. അവനെ ആരൊക്കെ ഇവിടോട്ട് കയറിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അഭിനയമായി ഇവന്. ഇവിടെ ആരും വരാനില്ല. ഇവൻ്റെ ഈ വഴിയാണ് ഇങ്ങനെ പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ അങ്ങ് അഭിനയിക്കുക ഇവൻ്റെ ജോലി. ഇങ്ങനെ ഒരു വേറെ പണിയൊന്നുമില്ല. ഇവനിങ്ങനെ ഇരിക്കുക, ഒരു മാസ്കും ഒക്കെ വെച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ തയ്യാറായി ഇരിക്കുക. ഇങ്ങനെ ഇതുവഴി പോയി ആണുങ്ങൾ പോകുന്നു പറഞ്ഞുകൊണ്ട് അഭിനയിക്കുക ഇവൻ്റെ ജോലി. പിന്നെ തെറിവിളിയും, പൂര തെറിയാണ് ഇവൻ വിളിക്കുന്നത്. അനാവശ്യം മാത്രമേ പറയത്തുള്ളൂ, തനി അനാവശ്യമേ പറയത്തുള്ളൂ ഇവൻ. മനസ്സിലായില്ലേ? തനി അനാവശ്യം. ഇവന് നമ്മളെ എന്തും പറയാൻ നമുക്കിങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. ഇവൻ്റെ റൂളുകളൊക്കെയാണ്. ഇവൻ എന്തും നമ്മളെ പറയാം, ഏത് എക്സ്റ്റെൻറ്റ് വരെയുള്ള തെറിവിളി ഇവൻ നടത്തും. പക്ഷെ നമ്മളൊന്നും പറയരുത്. ഇവൻ ആരാന്നറിയത്തില്ല, ഏതോ ഒരു കണിയാൻ എവിടുന്നോ വന്ന് കയറിയതാ. ഇവന് പോകാനും നിൽക്കാനും ഒന്നും ഒരു ഇടവും ഇല്ല. ഇവൻ്റെ പെണ്ണുമ്പിള്ള ഇതുപോലെ കുറേ എണ്ണത്തിൻ്റെ കൂടെ കൂടിയതായിരുന്നു പണ്ട്. എന്തുവാ, മാളയക്കൽ ഒരു കമലൻ, പിന്നെ മാളയക്കലെ അനിരുദ്ധൻ, പിന്നെ പ്രഭാകരനോ, മാളയ്ക്ക പ്രഭാകരൻ. ഇപ്പോഴും പ്രഭാകരൻ്റെ പേര് പറയുന്നേക്കണം, മാളയ്ക്ക പ്രഭാകരൻ. ഞങ്ങളെ മൂക്കി കയറ്റുമെന്ന്, എന്നെ എൻ്റെ അമ്മയെ മൂക്കി കയറ്റുമെന്നോ, മാളയ്ക്ക പ്രഭാകരനെ വിളിക്കട്ടെന്നോ. ഇവനാരാന്ന് നമുക്കറിയത്തില്ല. മാളയ്ക്ക പ്രഭാകരൻ എന്തോ ചെയ്യാനാണെന്ന്. പിന്നെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശശി ഉണ്ടായിരുന്നു, മരിച്ചുപോയി. പങ്കജാഷൻ എന്ന് പറയുന്ന ഒരു മാമനുണ്ടായിരുന്നു. ഇവരെല്ലാം ഇവളുടെ കൂടെ ഇതാക്കിയതാണ്. പിന്നെ ഒരു സാർത്തൻ സാറ്, മറ്റേത് മറിച്ചേത്. പിന്നെ ഒരു ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ചേട്ടത്തിയുടെ കൊച്ചിനെ ഇവിടെ നിർത്തി നോക്കുമായിരുന്നു ഇവള്. അങ്ങനെ പിന്നൊരു കല്യാണം കഴിച്ചൊരു സിംഗപ്പൂരുകാരൻ അന്നേരെ പോയി ഇവളുടെ കളഞ്ഞേച്ച്. ഒരാഴ്ച പോലും നിന്നിട്ടില്ലെന്ന് ആൾക്കാർ പറയുന്നത്. അങ്ങനെ ഭയങ്കര നമ്മളെ അനാവശ്യങ്ങളെല്ലാം പറയും, പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവൻ കൊണ്ടുവന്ന ഒരു കടയിൽ നിന്ന് ഒരു ചെറുക്കനെ കൊണ്ടുവന്നേച്ച് ആ ചെറുക്കനുമായിട്ട് എന്തൊക്കെയോ ഇടപാടൊക്കെ നടത്തിയത് കാരണം ഇവൻ ആ ചെറുക്കനെയും തല്ലിച്ചതച്ച് വിട്ട് ഇവളെയും തല്ലിച്ചതച്ച്. ഇവൾ തന്നെ പറഞ്ഞതാണിത്. അങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇവൻ്റെ മോള് നിങ്ങൾ അന്വേഷിച്ചാൽ മതി, 18 നില പൊട്ടിയതാണ്, പിന്നെ മലപ്പുറത്ത് കൊണ്ടുവിട്ടതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. എന്നിട്ടാണ് നമ്മളെ പറയുന്നത്. നമ്മൾ മംഗലാപുരത്ത് കോളേജിൽ പഠിച്ചാൽ നിങ്ങൾ SDM ലോ കോളേജിൽ ചെന്ന് തിരക്കിയാൽ മതി. ദീപായസ് പണിക്കറിൻ്റെ ഇത് മയക്കുമരുന്ന് ഇവൻ പറയുന്നതാണ്. ഞാൻ മയക്കുമരുന്ന്. അപ്പം നിങ്ങൾ പോയി SDM ലോ കോളേജിൽ തിരക്കി അവർ പറഞ്ഞു തരും മയക്കുമരുന്നോ കള്ളോ ഒക്കെ അടിച്ചിട്ടുണ്ടെന്നുള്ളത്. ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര ലോ കോളേജ്, അവിടെ ചെന്ന് നല്ലപോലെ തിരക്കിയാൽ മതി. അപ്പോൾ അവർക്ക് എന്നെ അറിയാം, സാറുമാർക്കെല്ലാം അറിയാം. നിങ്ങൾ ചെന്ന് തിരക്കുമ്പോൾ അവർ പറയും മയക്കുമരുന്നോ കഞ്ചാവോ ഒക്കെ അടിച്ചിട്ടുണ്ടോ എന്ന്. പിന്നെ കേട്ടോ, അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇവനിങ്ങനെ എല്ലാം മയക്കുമരുന്നും കഞ്ചാവും. അപ്പം ഈ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും കഥകളുണ്ടാക്കി എന്തൊക്കെയോ ഇൻഷുറൻസ് ഒക്കെ തട്ടി നടക്കുന്നത്. അതുപോലെ ഈ രാജമ്മ എന്ന് പറയുന്നവൾ ഇതുപോലെ കുറേ മയക്കുമരുന്നിൻ്റെ കഥകൾ പലരെക്കുറിച്ചും പറഞ്ഞത് ഇവിടെ നിന്നാ രാജമ്മ. അവളെ ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ട്. ഇവളുടെ ഭർത്താവിൻ്റെ ഒരു അനിയനുണ്ട്, കല്യാണം കഴിച്ച ഭർത്താവ് പൊടിയൻ്റെ അനിയൻ്റെ മോൻ, ഒരു രവീന്ദ്രൻ എന്ന് പറയുന്നവൻ്റെ മോൻ ഷിക്കുലാൽ എന്ന പേര്, ഇപ്പം ഗൾഫിൽ. അവൻ ഇതുപോലെ കഞ്ചാവും പെത്തടീനും ഒക്കെയാണെന്ന് ഇവൾ പറഞ്ഞു നടന്നത്. ഇങ്ങനെ പലരെക്കുറിച്ചും ഇവൾ പല കഥകളും പറഞ്ഞിട്ടുണ്ട്. ഇവളുടെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് വന്നിട്ട് പറഞ്ഞത് പൊടിയൻ ചിറ്റപ്പൻ അങ്ങേരുടെ പേര്. അങ്ങേര് 2 പെണ്ണുങ്ങളുടെ വിനോദിനി എന്ന് പറഞ്ഞൊരു പാവം പിടിച്ചൊരു പെണ്ണുണ്ടായിരുന്നു അവിടെ ജോലിക്ക്. ആ പെണ്ണിൻ്റെ കൂടെയും വേറൊരു പെണ്ണുണ്ടായിരുന്നു, അവളുടെ കൂടെ വിലാസിനി ഏതാണ്ട് അവരുടെ പേര്. അവിടെ കൂടെയൊക്കെയാണെന്നും അങ്ങനെ പല പല കഥകൾ ഇവളുണ്ടാക്കുക. ഇവൾ ഭയങ്കര ശല്യമാണ് ഇവളെ കൊണ്ട് സത്യത്തിൽ. ഇവളിങ്ങനെ കഥകളുണ്ടാക്കി നടക്കുക. അതുകൊണ്ട് ഇവളെ ഞങ്ങൾ ഇവിടുന്ന് കെട്ടിച്ചത് ഈ രാജമ്മയെന്ന് പറയുന്നവളെ. പിന്നെ ഇപ്പം പറയുന്നത് രാജമ്മയ്ക്ക് 1.5 വർഷം ഇവൻ ചെലവിന് കൊടുത്തെന്ന്. സുബ്രഹ്മണ്യൻ എന്ന് വെച്ചാൽ, എന്നാൽ നീ ഈ ചെലവിന് കൊടുത്ത കഥകൾ എന്തുദ്ദേശത്തിലാണ് നീ പറയുന്നത്? രാജമ്മ എവിടാണെന്ന് ഇപ്പം ഞങ്ങൾക്കറിയത്തില്ല. നീ നേരിട്ട് അവിടെ എടുക്കുക, ചെല്ലുക. എവിടാന്ന് വെച്ചാൽ നീ പിടിച്ച് നീ ചെന്നാൽ മതി കേട്ടോ. നീ അവിടെ ചെന്ന് അവളോട് നീ കൊടുത്ത ചെലവിൻ്റെ കാശൊക്കെ വാങ്ങിച്ചെടുക്കുക. ഇതെൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ അല്ലാതെ രാജമ്മയ്ക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. മനസ്സിലായില്ല? ഇതെൻ്റെ അച്ഛൻ സഹദേവൻ ഉണ്ടാക്കിയതാണ്. രാജമ്മയുടെ ആരുമല്ല, സഹദേവൻ. ഇവിടെ 2-3 ഒക്കെ കെട്ടി വേറെ പൊടിയൻ എന്ന് പറയുന്ന തങ്കപ്പൻ എന്ന് പറയുന്ന നല്ലൂക്കാലയിലെ തങ്കപ്പനെയും, പിന്നെ ഇവളുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ പേരൊന്നും അറിയത്തില്ല, ഏതോ ഒരു പേര് പറയുന്ന കേൾക്കാം, കൊച്ചക്കൻ അവനെ അയാളെ പറയുന്ന അരീക്കരക്കാരനൊരു കൊച്ചക്കൻ. അവനെ 10 മാസം കൊണ്ടെല്ലാം റെഡിയാക്കി കൊച്ചിനെ റെഡിയാക്കി നടക്കുന്നവളായി ഇവള് മഹാവല്ലാത്ത കള്ളിപ്പെണ്ണും പിള്ളേ. ഇവളെ എവിടെയോ ഉണ്ട്. ഇപ്പോൾ ഇവൾ ആരുടെയും ഫോണും ഒന്നും എടുക്കത്തില്ല ഇപ്പോൾ ഇവളി കള്ളി. അപ്പം അവിടെ ചെന്നാൽ മതി. ഇവൾ അത്ര കള്ളി. അതുകൊണ്ട് ഇപ്പം ഫോണും എല്ലാം താത്തു വെച്ചിരിക്കുക. ഇവൾ ഇപ്പോൾ ആരെയും വിളിക്കത്തും ഒന്നുമില്ല, ആരുടെയും ഫോണൊന്നും അറ്റൻഡ് ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവളുടെ അടുക്കലോട്ട് ഇവൻ പോട്ടെ. സുബ്രഹ്മണ്യം പോയി, നീ വല്ല ചിലവിന് കാശുണ്ട്, നീ ഇവൻ്റെ റേഷനരി തിന്നെന്നാണ് പറയുന്നത് അവൾ. ഇവന് റേഷനരി അതിന് നിങ്ങളല്ലേ അന്വേഷിച്ചാൽ മതി. ഇവൻ എന്തോ ചിലവിന് കൊടുക്കാനാണെന്നറിയത്തില്ല, രാജമ്മയ്ക്ക് ചിലവിന് കൊടുക്കാൻ.
കുട്ടൻ, നീ ആരാടാ രാജമ്മയ്ക്ക് ചിലവിന് കൊടുക്കാൻ, എനിക്കറിയത്തില്ല അതെന്തുവാന്നുള്ളത്. അപ്പം രാജമ്മയ്ക്കപ്പോൾ ഇതൊക്കെ ചെയ്ത് പറ്റിച്ചും പറിച്ചുമായിരുന്നോ രാജമ്മയ്ക്ക് കാശ് കിട്ടിക്കൊണ്ടിരുന്നത്? കണ്ടവരെയൊക്കെ പറ്റിച്ചും പറിച്ചുമൊക്കെ ഉണ്ടാക്കിയാന്ന് ഈ രാജമ്മ എന്ന് പറയുന്നവൾ. അവളിങ്ങനെ കുറേ പേരെ കാശ് കൊടുത്ത് വലിയ അമ്മ മഹാറാണിയാന്ന് പറഞ്ഞുകൊണ്ടാണ് വാഴുന്നോണ്ടിരിക്കുക. പലരുടെയും ഇവളിങ്ങനെ കാശ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവളുടെ എല്ലാം മാസങ്ങൾക്കുള്ളിൽ വകവരുത്തിയവളാണ് ഇവൾ. ഒത്തിരി പേര് ഇവളുടെ ഇതുപോലെ ഇവിടെ ചുറ്റിപ്പറ്റി ഒത്തിരി എണ്ണം ജീവൻ പോയിട്ടുണ്ട്. ഇവളെയും ചുറ്റിപ്പറ്റി ഒത്തിരി എണ്ണത്തിൻ്റെ ജീവൻ. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇവിടെ വീട്ടിൽ ഒത്തിരി എയ്ഡ്സിൻ്റെ കഥകൾ, മറ്റേ കഥകൾ, മറിച്ചേ കഥകൾ. ഇവിടെ തുമ്പോൻ ദേശത്ത് തന്നെ ചെല്ലുമ്പം ഇവിടെ വീട്ടിൽ നിന്ന് പലരും ചത്ത്. ഇവിടെ വീട്ടിൽ നിന്ന് വിനോദിനി എന്ന് പറയുന്ന ഒരു പെണ്ണ്, പാവം പിടിച്ചവൾ, വെറും 10-25 വയസ്സായപ്പോഴേ അവളെ ആ കാലപുരിക്ക് അയച്ചു. അങ്ങനെ പലരെ ഇവൾ കാലപുരിക്ക്, അതുപോലെ എന്നെയും ഇവൾ വകവരുത്താനായിട്ട് ഇവിടെ വന്ന് നിന്നെ പറ്റിയില്ല. ഇവിടെ 250 ചാക്കുകെട്ടായിരുന്നു ഇവർക്ക്, 250 ചാക്കുകെട്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ കാര്യങ്ങൾ. 250 ചാക്കുകെട്ടിനകത്ത് ഏതാണ്ടെല്ലാം എൻ്റെ അമ്മയും കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ട്, ഇങ്ങനെ എടുക്കുക, താത്തു വയ്ക്കുക, താത്തു ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുക, അങ്ങനെ പല വേലകളാണ്. എന്നിട്ട് നടക്കുമ്പോഴെല്ലാം 2 ബക്കറ്റും കൊണ്ടാണ് നടക്കുന്നത്. ഇവളുടെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുമായിട്ട് ബക്കറ്റിനകത്തെല്ലാം ഒളിപ്പിച്ച് വെച്ച് നടക്കുക. എൻ്റെ അമ്മയുടെ 2.5 പവൻ്റെ ഒരു മാലയാണ് മോട്ടിച്ചുകൊണ്ട് പോയത് ഇവിടെ ഈ രാജമ്മ എന്ന് പറയുന്ന മുതുകള്ളി. ഇങ്ങനെ നടക്കുക മുതുകള്ളിയായിട്ട്.